ഞാൻ നന്ദുകാവാലം. ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഒരു ചെറുകഥയാണ്. ഇതിൻ്റെ പേര് വെയിലേറ്റ് വീണവർ എന്നാണ്. ദുബായിലെ ജോലിക്കിടയിൽ കിട്ടിയ ഒരു വെക്കേഷനിൽ നാട്ടിൽ പോയപ്പോൾ ഏതോ ബന്ധുവീട്ടിൽ താമസിക്കാനിടയായ ഒരു ദിനം അടുത്തുള്ള ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെ അരയാൽ മണ്ഡപത്തിനടുത്ത് നിന്നിരുന്ന പ്രാന്തില്ല പ്രാന്തൻ എന്ന, ശരിക്കും ഭ്രാന്തില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന മനുഷ്യനുമായുള്ള ചെറിയൊരു സംസാരമാണ് ഈ ഭാവനയുടെ പിന്നിൽ. വെയിലേറ്റ് വീണവർ. രാവിലെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലായിരുന്നു ഞാൻ. ദൂരെ നിന്നായി കേട്ടിരുന്ന വെടിയൊച്ചകളും നേരിതും മുണ്ടുമുടുത്ത പ്രായമായ സ്ത്രീകളുടെ പതിയെയുള്ള യാത്രയും ക്ഷേത്രം അടുത്തു എന്ന ലക്ഷണം കാട്ടിത്തുടങ്ങിയിരുന്നു. അവിടെ അമ്പലത്തിനരികെയായി എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്ഥിതി ഇതാണെന്ന് കാട്ടിക്കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്ന ആൽത്തറയിൽ ഒരാൾ ദൂരേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. അയാളുടെ നെറ്റിയിലെ ചുളിവുകൾ വരണ്ട ഭൂമിയിലെ വിണ്ടുകീറിയ വറുതിപ്പാടുകൾ പോലെ തോന്നിച്ചു. മെലിഞ്ഞ ഞരമ്പുകളും എല്ലും തെളിഞ്ഞ ഒരു കൈ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് ചക്രവാളത്തിലേക്ക് നോക്കും പോലെ ദൂരേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അയാൾ. എന്താണ് അയാൾ തിരയുന്നത്? എവിടേക്കാണ് നോക്കുന്നത്? മലയാളിയുടെ സ്വതസിദ്ധമായ അറിയേണ്ടാത്തതറിയാനുള്ള ത്വര എന്നെ അയാളുടെ മുന്നിൽ നിർത്തിച്ചു. സുഹൃത്തേന്ന് വിളിക്കണോ മാഷേന്ന് വിളിക്കണോ? ഇത് രണ്ടും അർത്ഥമില്ലാത്ത വാക്കുകളായി തീർന്നിരിക്കുന്നു. സുഹൃത്തെന്ന പദം ഹൃത്തിനെ പോലും നോവിക്കുമാറ് തുരുമ്പെടുത്തു കഴിഞ്ഞു. മാഷെന്ന് വിളിക്കാൻ പറ്റിയ മാഷുമാരാരും ബാക്കിയുമില്ല, എൻ്റെ മനസ്സ് പറഞ്ഞു. എന്നെപ്പോലെ ഗൾഫിൽ 5 അക്ക ശമ്പളം വാങ്ങുന്ന ഒരാൾ വഴിയിൽ വായി നോക്കിയിരിക്കുന്ന ഒരുത്തനെ മാഷെന്ന് വിളിക്കാനോ? ഞാനൊന്ന് അറച്ചു. ഹലോ, ദാ ഇവിടെ, ഞാൻ ഉറക്കെ വിളിച്ചു. ഞെട്ടാതെ പതിയെ തിരിഞ്ഞയാൾ എന്നെ നോക്കി. ഹോ, എന്തൊരു തീക്ഷ്ണമായ കണ്ണുകൾ! പെണ്ണ് കാണൽ ചടങ്ങിൽ ചെക്കൻ്റെ ഒളികണ്ണേറ്റ പോലെ ഞാനൊന്ന് നാണിച്ചു. ഡോ, തന്നോടാ? ഹലോ! ഇത്തവണ അല്പം കൂടി പരുക്കനായി ഞാൻ ശബ്ദം വെച്ചു. എന്നെ കണ്ട ഉടനെ അയാൾ ഭവ്യതയോടെ തൊഴുകയോടെ എഴുന്നേൽക്കുമെന്ന് കരുതിയ ഞാൻ ചമ്മി. പക്ഷേ ആരും കണ്ടില്ല. മെട്രോ മാന്യന്മാരെപ്പോഴും ചമ്മാറുള്ളതുകൊണ്ടും അതാരും കാണാതിരിക്കാൻ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ എന്നതുകൊണ്ടും ഞാനത് മൈൻഡ് ചെയ്തുമില്ല. കാലിൽ നീരാ, എഴുന്നേക്കാൻ മേല. എൻ്റെ മുഖഭാവം കണ്ടെന്നോണം അയാൾ പറഞ്ഞു. കൊഴിയാൻ ഇനി ഞങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുമാറ് 2-3 പുഴുപ്പല്ലുകൾ പുറത്തേക്ക് വന്ന് തിരികെ അകത്തേക്ക് പോയി. ഹോ, എന്തൊരു കനത്ത ശബ്ദം! ഇത്രയും കനത്ത സ്വരം ലഭിച്ചിരുന്നെങ്കിൽ ഗൾഫിൽ സദസ്സുകളിൽ പ്രസംഗിച്ച് തകർക്കായിരുന്നു, ഞാൻ ഓർത്തു. എത്ര അലൂമിനികളും വെങ്കിലികളും ചെമ്പിലികളുമാണ് തൻ്റെ ആട്ടിൻകുട്ടിയുടെ ശബ്ദം കാരണം എനിക്ക് നഷ്ടമായത്. ഞാൻ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് എൻ്റെ ഭൂതകാലം ഒരു കലുങ്കിൽ ഇരിപ്പുണ്ടായിരുന്നു. നടക്കാൻ മേലെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ വരെ എത്തി? പുച്ഛത്തോടെ അയാളെ തോൽപ്പിച്ച സന്തോഷത്തിൽ ഞാൻ ചോദിച്ചു. 10-60 വർഷങ്ങളായിട്ടുള്ള നടപ്പല്ലേ, ഇവിടെ വരെ എത്തി. കുഞ്ഞ് എവിടെ വരെ എത്തും? തിരികെ എത്തിയ അയാളുടെ ചോദ്യം ശരം പോലെ പാഞ്ഞു വന്ന് എൻ്റെ നെഞ്ചിൽ തറച്ചു. അതല്ല ചോദിച്ചത്, നടക്കാൻ വയ്യെങ്കിൽ എങ്ങനെ ആൽത്തറ വരെ എത്തിയെന്ന്. ഇവിടെ തന്നെ ആ കുഞ്ഞേ, മഴയത്തും വെയിലത്തും മഞ്ഞത്തും ഒക്കെ ഇവിടെ തന്നെ. അയാളുടെ കണ്ണുകളിലെ തീഷ്ണത മറയ്ക്കാൻ ഞാൻ രാവിലെ തന്നെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മുഖത്ത് വെച്ചു. അതെന്താ, മഴയത്ത് വീട്ടിൽ പൊക്കൂടെ? വീടോ? തിരിഞ്ഞയാൾ എന്നെ നോക്കി. എന്ന് വെച്ചാൽ എന്താ? അതെവിടാ? എന്നിൽ അലോസരമുണ്ടാക്കിക്കൊണ്ട് അയാൾ വീണ്ടും നെറ്റിയിൽ കൈവച്ച് ദൂരേക്ക് നോക്കാൻ തുടങ്ങി. എന്താ, എന്തോ കളഞ്ഞു പോയതുപോലെ നെറ്റിയിൽ കൈവച്ച് ദൂരേക്ക് നോക്കുന്നത്? അയാൾക്ക് വേണ്ടി കഠിന പദങ്ങൾ ഒഴിവാക്കി ഞാൻ ചോദിച്ചു. സാഹിത്യാഭിരുചി ഉണ്ടോ? വീണ്ടും അയാൾ എന്നെ നോക്കി. എഞ്ചിനീയറാണ് ഞാൻ, ഭാര്യ ഡോക്ടർ. പക്ഷേ എല്ലാ പ്രവാസികളെയും പോലെ മാസികകളിലെല്ലാം എഴുതും. കഥ, കവിത, ലേഖനം, നാടകം. 2 തവണ പ്രവാസി കഥാകൃത്തിനുള്ള അവാർഡ് കിട്ടി. അത് പറയുമ്പോൾ അറിയാതെ പോലും അതിനായി ഒഴുക്കിയ സ്കോച്ച് കുപ്പികളുടെ എണ്ണം പറയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ എൻ്റെ ഭാര്യയും എഴുതും, പാടും. മതിയല്ലോ, സന്തോഷമായി. അയാൾ പിറുപിറുത്തു. അതെന്താ നിങ്ങൾക്ക് സന്തോഷമായത്? ഗൾഫിൽ ഞാൻ എഴുതുന്നത് കൊണ്ട് നിങ്ങൾക്കെന്താ സന്തോഷം? അല്ല, അവിടെ എല്ലാവരും സന്തോഷമായി ജീവിക്കുകയാണെന്നൊരു അസൂയ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കഥയും കവിതയും ഒക്കെ വായിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയാണെന്നറിയുമ്പോൾ സന്തോഷം, പിന്നെ സങ്കടം.
അയാളുടെ പുഴുപ്പല്ലുകൾ പിന്നെയും പുറത്തു വന്നു. നിങ്ങൾ എന്തായി നോക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അയാളുടെ തരംതാണ കുത്തുവാക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന കിളവന്റെ വാക്കുകൾ ആര് കേൾക്കുന്നു? കാണുന്നില്ല അങ്ങുന്നേ, തിരയുക, കാണുന്നില്ല. എന്ത് കാണുന്നില്ലെന്ന്? കഴിഞ്ഞ 28 വർഷമായിട്ട് നോക്കുക, കാണുന്നില്ല. ഹലോ, എന്ത് കാണുന്നില്ലെന്ന്? ചക്രവാളമോ അതോ പേഴ്സോ അതോ സ്വപ്നമോ? വലിയ സാഹിത്യകാരുടെ ഭാഷയും പുതിയ സാഹിത്യകാരന്മാരുടെ ബ്ലോഗുകളിലെ ലക്ഷ്യമില്ലായ്മയും കൂട്ടിക്കലർത്തി അതിൽ അഭിനവ കവികളുടെ മദ്യഗന്ധം ചേർക്കാതെ ഞാൻ ചോദിച്ചു. ഇതൊന്നുമല്ല അങ്ങുന്നേ. ഒരു നിമിഷം നിർത്തി അയാൾ നെറ്റിയിൽ നിന്ന് കൈയെടുത്ത് എന്നെ നോക്കി. പറഞ്ഞ ആരോടെങ്കിലും പറയുവോ? ഇല്ലില്ല, നിങ്ങൾ പറയൂ. അതല്ല, പറയണോ അങ്ങുന്നേ? ചിലപ്പോൾ അവർക്കറിയാവെങ്കിലോ? അയാൾ വീണ്ടും കൈ നെറ്റിയിൽ വെച്ചു. പിന്നെ തിരികെ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കണ്ടോ, നിങ്ങളും എന്നെ നിരാശപ്പെടുത്തി. അയാൾ തിരികെ വീണ്ടും ദൂരേക്ക് നോക്കാൻ തുടങ്ങി. അയാളുടെ മുഖത്ത് ദൈന്യതയായിരുന്നില്ല, പുച്ഛമാണ് തെളിഞ്ഞിരുന്നതെന്ന് ഒരു നിമിഷത്തിൻ്റെ പകുതി മാത്രയിൽ എനിക്ക് തോന്നി. എന്തായിരുന്നു നിങ്ങൾ തിരഞ്ഞത്? പതിയെ അയാൾക്കരികിൽ ഇരുന്നു കൊണ്ട് ഞാൻ പിറുപിറുത്തു. എൻ്റെ ഭാര്യ 28 വർഷം മുമ്പ് മരിച്ചുപോയി. മക്കള് 3 പേരാ. വീടും പുരയിടവും കൃഷിയൊക്കെ വിറ്റ് അവരും പോയി. മണ്ണിൽ കൃഷി ചെയ്ത് ഞാൻ ഉണ്ടാക്കിയതെല്ലാം അവരെൻ്റെ കയ്യിൽ നിന്ന് എടുത്ത്. കുഞ്ഞിക്കാലിൽ മണ്ണ് പറ്റാതിരിക്കാൻ ഞാൻ എടുത്തോണ്ട് പോയി സ്കൂളിലാക്കിയ എൻ്റെ മുത്ത്, എൻ്റെ മോന് ചവിട്ടി ഒടിച്ചതാ എൻ്റെ ഈ കാല്. മോള് കഞ്ഞിയിൽ ഉപ്പും മുളകും പിന്നെ സ്നേഹക്കൂടുതലും കൊണ്ട് പരാമറുവാ കലക്കി തന്നത്. ദാ എൻ്റെ വായിലെല്ലാം പുണ്ണ, പിന്നെ കുടലിലും. നിർവികാരതയോടെ അയാൾ തുടർന്നു. കേസ് കൊടുത്തപ്പോൾ എനിക്കെതിരെ വാദിച്ചത് ഞാൻ നിയമം പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥി. വാത്സല്യത്തിൻ്റെ ഉറവ പറ്റാത്ത ഞാൻ എടുത്തു വളർത്തിയ പെൺകുരുന്നിനെ പീഡിപ്പിച്ചത് ഞാൻ എപ്പോഴും ബഹുമാനിച്ചിരുന്ന മാഷും ഞാൻ വോട്ട് നൽകിയ MLA-യും. വെള്ളിത്തുട്ടുകൾ എണ്ണാനറിയാത്ത പ്രായത്തിൽ മോളായി വളർത്തി അവള് കോടതി പറഞ്ഞത് ഞാൻ അവളെ പീഡിപ്പിച്ചെന്നാ. തൊണ്ടയിൽ എന്തോ തടയുന്നതായി എനിക്ക് തോന്നി. ഞാനൊരു സിഗരറ്റ് കത്തിച്ചു. അന്നു മുതൽ ഞാൻ തിരയുവാങ്ങുന്നേ. തുടിക്കുന്ന മൃദുവായ ചുവന്ന ഹൃദയമുള്ള പച്ച മനുഷ്യനെ കണ്ടില്ലങ്ങുന്നേ, ഇന്നു വരെ കണ്ടില്ല. എല്ലാം കപടചായം പൂശിയ അധമന്മാര് മാത്രമാ. ഇപ്പോഴും നോക്കുക, മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരാളെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായേനെ. അയാൾ പിന്നെയും കൈ നെറ്റിക്ക് വെച്ച് ദൂരേക്ക് നോക്കാൻ തുടങ്ങി. കണ്ണിലൂറിയ എന്തോ ദ്രാവകം ചൂണ്ടുവിരലാൽ തോണ്ടിയെടുത്ത് ദൂരെ എറിഞ്ഞ് പതിയെ ചുറ്റും നോക്കി മുന്നോട്ട് നടക്കവേ ഞാൻ വെറുതെ ചിരിച്ചുകൊണ്ട് ആത്മകഥ നടത്തി. ഹോ, ആരും കേട്ടില്ല, ഭാഗ്യം. ഇതാണ് കഥ. ചുറ്റും കണ്ട പച്ച യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒപ്പിയെടുത്തതാണ് ഈ കഥ. ഇതുപോലുള്ള ധാരാളം പൊങ്ങച്ചക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ ഇത്തരം കഥാപാത്രങ്ങളെ ഞാൻ എന്ന് തന്നെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ അമ്മ പറഞ്ഞത് പ്രകാരമാണ്. നാട്ടിൻപുറത്തുകാരിയായ അമ്മ നിറം ചേർക്കാതെ പറയും, ആരെയെങ്കിലും വിമർശിച്ചെഴുതണം, ഒരാളെക്കുറിച്ച് പൊങ്ങച്ചമല്ല വിമർശനമാണ് നടത്തുന്നതെങ്കിൽ അയാളുടെ പേര് പറയാതെ നീ നിന്റെ പേര് വയ്ക്കുക. അപ്പോൾ ആരെയും വിഷമിപ്പിക്കണ്ടല്ലോ. അന്നു മുതൽ സ്വയം പരിഹാസ്യനാകുന്ന, സ്വയം ക്രൂശിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ എടുത്തണിഞ്ഞ് ഞാൻ നടപ്പ് തുടങ്ങി. വെയിലേറ്റ് വീണവർ എന്ന ഈ കഥ ഇഷ്ടമായി കാണുമെന്ന് കരുതിക്കൊണ്ട് വിട പറയട്ടെ. നന്ദുകാവാലം.